അപ്പൊ നമ്മൾ കാണുന്ന യഥാർത്ഥ മെഡിറ്റേഷൻ അല്ല അതൊന്നുമല്ല. ശരിക്കും ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കാണുന്ന പേഷ്യൻസിൽ എത്ര ശതമാനം ആൾക്കാർക്ക് അസുഖം മാറുന്നുണ്ട് എന്നുള്ളൊരു ഗവേഷണം അല്ലെങ്കിൽ പഠനം നടക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമല്ലേ. ആ പഠനം നടത്തിയിരുന്നെങ്കിൽ റിവീൽ ചെയ്യും നല്ലൊരു ശതമാനം പേഷ്യൻസിനും എന്തില്ല, പരിഹാരം കിട്ടുന്നില്ല. അവർ ആ പ്രശ്നം കൊണ്ട് നടക്കുക മാത്രമല്ല, സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഫിയർ വന്നു കഴിഞ്ഞാൽ, അതായത് എല്ലാ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും രണ്ടായിട്ട് തന്നെ കാണും. ഇത് രണ്ടും ഒന്നിച്ച് കുഴച്ച് നിർത്തരുത്. പ്രകൃതിയിലൊരു പ്രശ്നമുണ്ടെങ്കിൽ പ്രകൃതിയിലൊരു സൊല്യൂഷനുണ്ട് എന്നുള്ള ഒരു പോസിറ്റിവിറ്റി നമുക്ക് നിലനിർത്തുന്നുണ്ട്. സത്യസന്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് അവരെടുത്ത് വരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര പേരെ അവർക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു ദിവസം ഒരു 50, 100, 200 പേരൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ 100 പേരുടെയും പ്രശ്നങ്ങൾക്ക് ഇവർക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഉത്തരം. ഇല്ലേ? നല്ലൊരു ശതമാനം അല്ലെങ്കിൽ ഒരു തരക്കേടില്ലാത്ത ശതമാനം ആൾക്കാർക്ക് ഇവർക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. രോഗിക്ക് 1 മിനിറ്റ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല, പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. നമുക്കതിനെ പറ്റിയ പഠനങ്ങളൊന്നും നടക്കുന്നില്ല ഇവിടെ. ശരിക്കും ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കാണുന്ന പേഷ്യൻസിൽ എത്ര ശതമാനം ആൾക്കാർക്ക് അസുഖം മാറുന്നുണ്ട് എന്നുള്ളൊരു ഗവേഷണം അല്ലെങ്കിൽ പഠനം നടക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമല്ലേ. ആ പഠനം നടത്തിയിരുന്നെങ്കിൽ റിവീൽ ചെയ്യും നല്ലൊരു ശതമാനം പേഷ്യൻസിനും എന്തില്ല, പരിഹാരം കിട്ടുന്നില്ല. അവർ ആ പ്രശ്നം കൊണ്ട് നടക്കുക മാത്രമല്ല, ഈ കഴിച്ച മരുന്നിൻ്റെയോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇഫക്റ്റ്, അമേരിക്കയിലൊക്കെ ഇതിനെ പറ്റിയുള്ള പഠനങ്ങൾ അവർ കുറച്ചുകൂടി സത്യസന്ധരാണ്. അവിടെ ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഇഫക്റ്റ് എല്ലാം അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, സൈഡ് എഫക്റ്റ് കാര്യങ്ങളല്ല, എത്ര ശതമാനം ആൾക്കാർക്ക് ഇതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ജീവിക്കണ്ടേ? എനിക്കൊരു അസുഖം മാറുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുള്ളൂ. ഈ മെഡിക്കൽ സയൻസിലൂടെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. അതില്ല എന്നുള്ളതാണ് സത്യം. സത്യസന്ധരായിട്ടുള്ള ഡോക്ടർമാരാണെങ്കിൽ അവർ പറയും എൻ്റെ അടുത്ത് വരുന്നതിൽ നല്ലൊരു ശതമാനം, ഇത്ര ശതമാനം, 10% ആൾക്കാർക്ക് എനിക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല. ഹോസ്പിറ്റൽസിലാണെങ്കിൽ അവിടെ ഒരു കണക്കുണ്ടാവണം. അപ്പം ഇതൊക്കെ ഞാൻ ജനങ്ങളെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇതിനെല്ലാം സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം പലപ്പോഴും ആളുകൾക്ക് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതില്ലാതായി പോകുന്നതും എന്തുകൊണ്ടായിരിക്കും? ഈ സ്ട്രെസ് കൂടുന്നത് കൊണ്ടാണോ, അതോ ഇവർക്കിത് പുറത്തേക്ക് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം, സെൽഫ് കോൺഫിഡൻസ്, സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഫിയർ വന്നു കഴിഞ്ഞാൽ, അതായത് എല്ലാ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. കോൺഫിഡൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിതത്തെ നേരിടാനുള്ളൊരു കഴിവാണ്. ആ ജീവിതത്തെ നേരിടാനുള്ള കഴിവ്, ഞാനിപ്പോൾ നോർമൽ അല്ല എന്നുള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ പോകും. പിന്നെ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടും ആൾക്കാർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടും. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട്. പക്ഷേ എനിക്കിവിടെ ഒരു പോയിന്റ് പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും രണ്ടായിട്ട് തന്നെ കാണും. ഇത് രണ്ടും ഒന്നിച്ച് കുഴച്ച് നിർത്തരുത്. രണ്ടിനെയും കൂടി ഒന്നിച്ച് പൊതിഞ്ഞ് കൊണ്ടു കിടക്കുന്ന ഒരു പരിപാടി മിക്കവാറും ആൾക്കാർക്കുണ്ട്. അതായത് ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നന്നായിരിക്കും. ജീവിതത്തെ എന്തെങ്കിലും ഒരു ത്രെറ്റ് വരുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് വരിക. ഇത് രണ്ടായിട്ട് തന്നെ മാറ്റി നിർത്തണം. ആറ്റിറ്റ്യൂഡ് വേറെ, എൻ്റെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയോ പ്രശ്നങ്ങളോ അത് വേറെ. ഇതിനെ കൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ചാലഞ്ച് വന്നു, ഒരു അസുഖം വന്നു, മെൻ്റലി എന്തൊക്കെ ആയിക്കോട്ടെ, അതൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ട് നിലനിൽക്കാൻ പറ്റും. അതിനുള്ള സൊല്യൂഷൻസ് ഇവിടെയുണ്ട്. പ്രകൃതിയിലൊരു പ്രശ്നമുണ്ടെങ്കിൽ പ്രകൃതിയിലൊരു സൊല്യൂഷനുണ്ട് എന്നുള്ള ഒരു പോസിറ്റിവിറ്റി നമുക്ക് നിലനിർത്തുന്നുണ്ട്. ചില ആൾക്കാരുണ്ട്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല പ്രശ്നങ്ങളും നേരിട്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് കിടപ്പിലായിട്ട് പോലും ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ? അവരുടെ ജീവിതത്തെ ഇങ്ങനെ ഈ രണ്ട് സംഗതിയെയും സെപ്പറേറ്റ് ചെയ്തിട്ട് 2 കമ്പാർട്ട്മെൻ്റായിട്ട് വെച്ചവരാണ്. ആറ്റിറ്റ്യൂഡ് വേറെ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വേറെ. അങ്ങനെ കാണും. അങ്ങനെയാണെങ്കിൽ അവർക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ ഹീലിങ്ങിൻ്റെ ഒരു വഴിയിലേക്ക് എല്ലാ ആൾക്കാരും വരണം. അതൊരു പ്രോസസ്സാണ്. അപ്പം ഞാൻ പറയുന്നതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്, ഒരാൾ ഹീലിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ, എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അപ്പോൾ അയാൾക്ക് ഫീൽ ചെയ്യുന്ന സംഭവം, എൻ്റെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ്. അതൊരു പോസിറ്റീവായിട്ടൊരു ആറ്റിറ്റ്യൂഡാണ്. അതവിടെ അയാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിലനിർത്താൻ പറ്റും.
ഇപ്പം ഫ്യൂച്ചറിൽ എന്ത് ചാലഞ്ചസ് വന്നാലും അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു ശ്രമം, അത് മോഡേൺ സയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതി ആയിക്കോട്ടെ, ഏത് രീതിയിലും പല രീതികളുണ്ട്, അതൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പല സംഗതികളും നമ്മൾ സയൻസിൻ്റെ ഒരു പരീക്ഷണങ്ങൾ നടക്കാത്ത നല്ലൊരു ശതമാനം ലോകത്ത് നിലവിലുണ്ട്. അതൊന്നും ഇല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ ട്രഡീഷണലി ചൈനീസ് ട്രഡീഷൻ, ഇന്ത്യൻ ട്രഡീഷൻ ഒക്കെ പറയുന്ന 5000-10,000 വർഷം പഴക്കമുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ പല മൂല്യമത്തായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ സയൻസ് അവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് 2 ചാലഞ്ചസ് ഉണ്ട്. ഒന്നത് സാധ്യമല്ല. 2 സയൻസിൻ്റെ തന്നെ ലാബ് ഉപകരണങ്ങൾ, ടെസ്റ്റിംഗ് ഉപകരണങ്ങൾക്ക് പരിമിതിയുണ്ട്. ഇത് അത്രമാത്രം ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെ ഇപ്പോഴും നടക്കുന്നുള്ളൂ. വലിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇപ്പോഴും സാധ്യമല്ല. ഒരു ആയുർവേദം എങ്ങനെയാണ് ഇഫക്റ്റീവ് ആകുക എന്നുള്ളത് പരീക്ഷിക്കാൻ മോഡേൺ ലാബിന് ഇപ്പോഴും കഴിയില്ല. അതിൻ്റെ തിയറീസ് വെച്ചും കഴിയില്ല. അതുപോലെ തന്നെ പല ഹോമിയോപ്പതി എങ്ങനെയാണ് അത് പ്രാക്ടിക്കലി നമുക്ക് ഗുണപരമാണ് എന്നുള്ളത് സത്യമാണ്, ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് സെപ്പറേറ്റ് ആയി നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റുകയാണെങ്കിൽ ഒരു ഗുണം, നമുക്ക് എപ്പോഴും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. മറ്റുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നമ്മളതിന് തയ്യാറല്ലെങ്കിൽ പോസിബിൾ അല്ല. ഇനി മറ്റുള്ളവർ ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ജീവിതത്തിൽ ഏത് സമയത്ത് നമുക്ക് തിരിച്ചടി ഫ്യൂച്ചറിലും വരാം. അങ്ങനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരുത്തിൻ്റെ അവകാശമാണ്. അത് സയൻസ് തന്നെ വേണമെന്നില്ല. നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളെ ആശ്രയിക്കാനുള്ള അവകാശം ഒരു മനുഷ്യനുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തത് വെറും ഒരു ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് ഇതൊന്നും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. സാധാരണക്കാരുടെ കോമൺ സെൻസിനെ ചാലഞ്ച് ചെയ്യാനും ആർക്കും സാധ്യമല്ല. കാരണം അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിയും വിവരവും ഉണ്ട് അവർക്കത്. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ തെറ്റായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്ന് പറയുന്നില്ല. ഏത് മേഖലയിലും കച്ചവടവൽക്കരണം നടക്കുന്നുണ്ട്, അത് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അത് ഓരോരുത്തരും അതിനെപ്പറ്റി അലേർട്ട് ആവുക എന്നുള്ളതിൽ മാത്രമേ പറയാൻ പറ്റൂ. ഇതിലെല്ലാം ഒരു വിഷയം എന്ന് പറയുന്നത് ആർക്കും ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം, ഇമോഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതായി വരുന്നതായിട്ട് പലപ്പോഴും തോന്നുന്നുണ്ട്. ഇതിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഇത് ഒന്ന്, നമ്മുടെ ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വളരെ കൂടി വരുന്നുണ്ട്. അതായത് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അതിനുവേണ്ടി നമുക്ക് എന്തും ചെയ്യാം. ഈ അമിതമായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് സോഷ്യൽ മീഡിയ ഇതാണ് വരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളിലേക്ക് വരുന്ന ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്വാധീനിക്കും. നിരന്തരമായിട്ട് ഈ നെഗറ്റീവായിട്ടുള്ള സീരിയൽ കാണുന്ന ആളുകൾ സ്വാധീനിക്കും എന്നുള്ളൊരു വ്യക്തമാണ്. പല ജീവിതവും തകർന്നു പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഇൻഫോർമേഷൻ, ഇതുപോലുള്ള അടി പിടി, അമ്മായി അമ്മ, മരുമകൾ, പോര് എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് ന്യൂട്രലായിട്ട് ഇതിരിക്കാൻ കഴിയില്ല ഒരു മനുഷ്യന്. ഇത് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിൽ നിന്നുള്ളൊരു എന്താണ് ഒരു റെസ്പോൺസ് ഇവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും പിറ്റേന്ന് പ്രതിഫലിക്കും. അപ്പോൾ ഇത് ജീവിതത്തെ സ്വാധീനിക്കും. അത് വ്യക്തികളെ നെഗറ്റീവായിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള നെഗറ്റീവ് ഇൻഫോർമേഷൻസ് ആണ് നമ്മുടെ മീഡിയ നമ്മളിലേക്ക് തരുന്നത്, അത് സ്വാധീനിക്കപ്പെടും എന്നുള്ളൊരു വ്യക്തമാണ്. അപ്പോൾ എന്താണോ നമ്മുടെ കോർപ്പറേറ്റ് കമ്പനികൾ നമ്മളിലേക്ക് തരുന്നത്, ഇതുപോലുള്ള മീഡിയകൾ നമ്മളിലേക്ക് തരുന്നത്, അതെല്ലാം നമ്മളെ സ്വാധീനിക്കുകയും അതിനനുസരിച്ച് അവരെ കച്ചവടം നടക്കും. അതവർ വിജയിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഗുണമുണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ തെറ്റായ രീതിയിലുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുമ്പോൾ, തെറ്റായ രീതിയിൽ നിന്നല്ല, ഈ ഒരു സ്വാർത്ഥവൽക്കരിപ്പായിട്ട് പല ലക്ഷ്യങ്ങളോടുകൂടി നടക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കും, ചിന്തിക്കുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും. സാർ, നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ സാറ് പറഞ്ഞൊരു വിഷയമാണ് മെഡിറ്റേഷൻ. ഇപ്പോൾ എന്തുകൊണ്ടും ഹോസ്പിറ്റലുകളിൽ ഇത്തരത്തിൽ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല. അവിടേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന മെഡിറ്റേഷൻ അല്ലെങ്കിൽ മറ്റ് ട്രെയിനിങ്ങുകൾ, മൊഡാലിറ്റികളെ പറ്റി സാർ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ മെഡിറ്റേഷൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യൂ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഓക്കെ, സ്ട്രെസ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്പിറ്റൽസിൽ ഇല്ലെങ്കിലും ജനങ്ങളത് സ്വന്തമായിട്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റണം. പക്ഷെ അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് അവർക്ക് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് ഒരാൾക്ക് തീരുമാനിച്ച് തൻ്റെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ തന്നെ കുറയ്ക്കാനുള്ള പ്രാക്ടീസുകൾ ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും നല്ല ഒരു പ്രാക്ടീസ്, അതിനൊന്നല്ല പല കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ലോകത്തിന് തന്നെ ഭാരതം കൊടുത്ത ഏറ്റവും നല്ല വലിയ സംഭാവനകളിലൊന്നാണ് മെഡിറ്റേഷൻ, ധ്യാനം എന്ന് പറയുന്നത്.
ഇത് മികച്ച പ്രാക്ടീസാണ്. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായി വരുന്നതിൻ്റെ കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കുകൾ പ്രകാരം മെൻ്റൽ ഹെൽത്ത് 2040 ആകുമ്പോഴേക്കും വലിയ തോതിലുള്ള ചാലഞ്ചസ് അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഈ പെർസെൻറ്റേജിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാകും. ലോകത്താകമാനം നല്ലൊരു ശതമാനം ആൾക്കാർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്നവരായിരിക്കും. അപ്പം അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ ആൾക്കാരും ദിവസം കുറച്ച് സമയം മെൻ്റൽ ഹെൽത്തും ശാരീരിക ഹെൽത്തും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടിയുള്ള പ്രാക്ടീസുകൾ ചെയ്യണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഒരു ആരോഗ്യകരമായ രീതിയല്ല. അല്ല, ഇതെങ്ങനെയാണ് ജീവിതത്തിൽ ഒരു അത്ഭുത വിദ്യയായിട്ട് മാറുന്നത്? അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള പ്രാക്ടീസുകൾ കൊണ്ടുവരിക. ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഒരു മികച്ച ആരോഗ്യ പരിപാടിയായിട്ട് മാറുന്നതിൻ്റെ കാരണം ഒന്ന്, ഇത് മാനസികവും ശാരീരികവുമായിട്ടുള്ള വെൽബീയിങ്ങിന് ഒരു ഗുണപരമാണ്. കാരണം മനസ്സിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഹെൽത്തും അതുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. മനസ്സും ശരീരവും തമ്മിൽ നമുക്ക് അത്ര ഒരു സെപ്പറേറ്റ് ആയിട്ട് നിർത്താൻ പറ്റില്ല. മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തെയും, ശരീരത്തിൻ്റെ ആരോഗ്യം മനസ്സിനെ സ്വാധീനിക്കും. ശാരീരിക പ്രശ്നം മനസ്സിനെ വീക്കാക്കും ഉണ്ടല്ലേ. അപ്പോൾ ഇതൊരു വലിയ ചാലഞ്ച് തന്നെയാണ്. ഇതിൽ ഏറ്റവും നല്ല പ്രാക്ടീസും ലളിതവുമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. അപ്പോൾ മെഡിറ്റേഷനെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒരു വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. അതെ, ആൾക്കാർ മെഡിറ്റേഷനിലേക്ക് വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതെന്താണ് എന്ന് അറിയാത്തതാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ കോൺസെൻട്രേഷൻ പ്രാക്ടീസാണ്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കാണുന്ന യഥാർത്ഥ മെഡിറ്റേഷൻ അല്ലല്ല അതൊന്നുമല്ല. യഥാർത്ഥ മെഡിറ്റേഷൻ ഇതൊന്നുമല്ല. ഇതാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ആൾക്കാർ വരുന്നില്ല. കാരണം ഒരു തെറ്റായ രീതിയിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുമ്പോൾ എനിക്കിത് പറ്റില്ല എന്നവരൊക്കെ തീരുമാനിക്കുകയാണ്. കാരണം എത്രയോ വർഷങ്ങളായി ജനിച്ച മുതൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, മനസ്സങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഉപകരണമാണ്. ഒരു സുപ്രഭാതത്തിൽ പറയുന്നത് നിങ്ങൾ അതൊക്കെ നിർത്തിയിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അല്ല, അതല്ല മെഡിറ്റേഷൻ. അതിൻ്റെ ആവശ്യമില്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ പ്രക്രിയ തന്നെയാണ്. അതൊരു കോൺസെൻട്രേഷൻ പ്രാക്ടീസ് അല്ല. ഇത് രണ്ട് സംഭവമാണ്. മെഡിറ്റേഷൻ കോൺസെൻട്രേഷൻ പ്രാക്ടീസ് അല്ല. മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഫോക്കസ്. അത് നമ്മൾ അതിനായിട്ട് ശ്രമിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് സ്വാഭാവികമായിട്ട് നമുക്ക് വരും. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കനാലിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് പല കൈവഴികളായിട്ട് നമ്മൾ പല പാടങ്ങളിലേക്ക് തിരിച്ചു വിട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കനാലിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിന് ശക്തി കുറവായിരിക്കില്ലേ, റിസോഴ്സ് കുറയില്ലേ. ഇതാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ഇവൻ പല ചിന്തകളിലൂടെ ഒരേ സമയത്ത് തന്നെ 60,000-70,000 ചിന്തയാണ് ഒരു ദിവസം കടന്നു പോകുന്നതെങ്കിൽ അത്രയും റിസോഴ്സ് ഇത് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇയാൾക്ക് കാര്യമായിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇപ്പോൾ. അതാണ് നമുക്കുണ്ടാകുന്ന ജീവിത പരാജയത്തിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സ് മൈൻഡ് ആണല്ലോ. അതെ, മനഃശക്തിയല്ലേ. അതൊരു കാര്യത്തിൽ നമുക്ക് ആ റിസോഴ്സ് പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റിയാൽ മാത്രമേ നമുക്കതിലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സ്ട്രെസ്സ് വരുന്ന ഒരാളാണെങ്കിൽ, ഒരു ആങ്സൈറ്റി ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ ബ്രെയിനിൻ്റെ നല്ലൊരു ശതമാനം ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുക. പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ഒരു 50% ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുക. ബാക്കിയുള്ള ഈ 50% കൊണ്ട് വേണം നമുക്ക് ജോലി ശ്രദ്ധിക്കാൻ, പഠിക്കാൻ, നമ്മുടെ ഫാമിലിയെ, റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസോഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടും. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. കറക്റ്റ് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പല ദിശയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. പക്ഷേ അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നാണ് ഈ തോട്ട്സൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ, വേരുകളൊക്കെ, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. മെഡിറ്റേഷനിൽ നടക്കുന്ന മിക്കവാറും ക്ലീനിങ് ആണ്. ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ വേരുകൾ അറ്റുപോകും പല പ്രശ്നങ്ങളുടെയും. അപ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് തോട്ട്സ് വരുന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഫുൾ റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റും. മെഡിറ്റേഷനിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്.
മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണത്തെ അല്ലെങ്കിൽ ബെനിഫിറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരണം, ജീവിതത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ മെഡിറ്റേഷനിൽ നമ്മളിത് ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.